അറസ്റ്റിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഈ പ്രസിഡൻറ്റ് മാത്രമല്ല ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ഭരണസമിതി അംഗങ്ങളുണ്ട്. അപ്പം അന്നത്തെ ഭരണസമിതി അംഗങ്ങളും കൂട്ടുപ്രതികളാണ്. അപ്പോൾ മൊത്തം ബോർഡാണ് പ്രതിസ്ഥാനത്ത്. ഞാൻ മനസ്സിലാക്കുന്നത് പ്രഥമഘട്ടത്തിൽ 8ാം പ്രതിയായിരുന്നു ദേവസ്വം ബോർഡ്. അപ്പോൾ ദേവസ്വം ബോർഡിനെ പ്രസിഡൻറ്റ് മാത്രമല്ല മറ്റ് അംഗങ്ങളും അതിൽ ഉത്തരവാദികളാണ്. ഏതായാലും തുടർ നടപടികൾ സസൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ട് UDF കാര്യങ്ങൾ വിലയിരുത്തും. തീർച്ചയായിട്ടും 2019 ഇതിൻ്റെ എല്ലാ ഗൂഢാലോചനയും നടന്നത്. ഒറിജിനൽ സ്വർണത്തിനെ ചെമ്പാക്കി മാറ്റിയത്. അപ്പോൾ ഇതിലെല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. അന്ന് വാസുവിനെ കമ്മീഷണർ എന്ന നിലയ്ക്കാണ് അറസ്റ്റ് ചെയ്തതെങ്കിൽ ആ ഭരണസമിതിയിൽ ശ്രീ പത്മകുമാർ മാത്രമല്ല അന്നത്തെ അംഗങ്ങളും കൂട്ടുപ്രതികളാണ്. തുടർന്നുള്ള അന്വേഷണങ്ങൾ എങ്ങനെയാണ് എന്ന് ഞങ്ങൾ വിലയിരുത്തുകയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങളുടെ ഇപ്പോഴത്തെ സംശയം ഇതിലേതൊക്കെ ഘട്ടങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതാണ് ഞങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് അറസ്റ്റ് സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ തുടർ നടപടി എന്താണെന്നാണ് ഞങ്ങൾ വീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും, കാരണം ഓരോ ഘട്ടത്തിലും സംശയമാണ്. സ്വർണം ഘട്ടത്തിൽ ഭരിക്കുന്നവർക്ക് പങ്കുണ്ട്. അതുകൊണ്ട് ഒറ്റയടിക്കങ്ങ് വിഴുങ്ങാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. എങ്കിലും നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടാണ്. അല്ല, പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ടല്ലോ. ഇതുപോലുള്ള ആളുകളെ പത്മകുമാറിനെ പോലത്തെ ഒരാൾ കേസിൽ പ്രതിയാവണമെങ്കിൽ ഒരിക്കലും പാർട്ടി പറയാതെ ചെയ്യുന്ന ആളല്ല പത്മകുമാർ. അതുകൊണ്ട് പത്മകുമാറും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കൂട്ടാളികളും ആരുടെ നിർദ്ദേശം അനുസരിച്ച് ചെയ്തു എന്നുള്ളതിലേക്ക് വരാനുണ്ട്. അതാണ് പാർട്ടിയിലേക്ക് വരാനുണ്ട്. അല്ലാണ്ട് പത്മകുമാർ എന്നൊരു വ്യക്തി അങ്ങനെ കടത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൽ അന്നത്തെ മന്ത്രിമാരുൾപ്പെടെയുള്ളവരുടെ പങ്കും അന്വേഷണത്തിൽ പുറത്തു വരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇല്ലെങ്കിൽ അതിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ അപ്പോൾ സ്വീകരിക്കും. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇതിൽ സ്വന്തം നിലയ്ക്ക് പത്മകുമാർ ചെയ്യുന്നുള്ള വിശ്വാസം എനിക്കിപ്പോഴും ഇല്ല. പാർട്ടി അറിയാതെ പ്രവർത്തിക്കുന്ന ആളല്ല അദ്ദേഹം. അതുകൊണ്ട് തന്നെ അതിൽ അദ്ദേഹത്തിൻ്റെ പങ്കെന്ന് പറയുമ്പോൾ അവിടെ പാർട്ടിയുടെ പങ്ക് ഒരു പ്രധാന ഘടകമാണ്. അവിടെ കൈ ഒഴുകിയിട്ട് കാര്യമില്ല. ഏതായാലും നോക്കാം. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളിപ്പോൾ അത് എല്ലാ കാര്യങ്ങളും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞങ്ങൾ ഒറ്റ കാര്യമുള്ളൂ, UDFന് ഗുണമോ ദോഷമോ എന്നുള്ള എല്ലാം ഞങ്ങൾ നോക്കുന്നത്. ഭക്തർ സംഭാവന ചെയ്ത ആ പണം ദൈവത്തിൻ്റെ പണമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിൽ കൈയിട്ട് വരുന്നവരാരാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം. ഗുണവും ദോഷമൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ.